ഹായ് ഗെയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ ഇന്നത്തെ ദിവസം സ്കൂളിലുള്ളൊരു ദിവസമാണ്. അപ്പം നമുക്ക് രാവിലെ നേരത്തെ എണിച്ചിട്ട് നമുക്ക് സ്കൂൾക്ക് പോവാത്ത മക്കളൊക്കെ മടി കാണിച്ച് നിൽക്കുന്ന മക്കൾക്കൊക്കെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് സ്കൂൾക്കൊക്കെ പോകും. അപ്പം നമുക്ക് നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കുക? സ്വത്തുവിനോട് തലേ ദിവസം തന്നെ നൂഡിൽസാന്ന് പറഞ്ഞതുകൊണ്ട് ഒന്ന് പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ തന്നെ നൂഡിൽസിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിങ്ങാണ്ടാണ് ആ നൂഡിൽസ് നല്ലോണം തിളച്ച് വീഴുമ്പോഴേക്കും ഇപ്പുറത്തെ അടുപ്പിൽ ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് രണ്ട് ഇല്ലി വെളുത്തുള്ളി നന്നായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞതും ഒരു വലിയുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സാൾട്ട് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് വാട്ടിയതിൻ്റെ ശേഷം വെജിറ്റബിൾസ് ഐറ്റംസ് ഞാൻ ഉള്ളത് ക്യാരറ്റും ബീൻസും ആണ്. അതും സ്ലൈസായിട്ട് അരിഞ്ഞത്. അത് നന്നായിട്ടൊന്ന് വാട്ടി അപ്പോഴേക്കും ഞാനത് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ മുട്ട വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട ഇങ്ങനെ വാട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മസാല എന്ന് പറയുന്ന ഐറ്റംസ് ഞാൻ നൂഡിൽസിക്ക് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു മസാല ഇല്ല, അതൊരു പാക്കറ്റ് പൊട്ടിച്ചിട്ടെടുത്ത് 3 പാക്കറ്റാണ് ഒരു പാക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഒരു പാക്കറ്റുള്ള എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും ഇട്ടെടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം സോയ സോസ് ഒരു ടീസ്പൂൺ, തക്കാളി സോസ് 1 ടീസ്പൂണും ഇട്ടുകൊടുത്ത് കുറച്ച് കുരുമുളകും കൂടി ഇട്ടുകൊടുത്തിട്ടോ. അങ്ങനെ ഞാൻ അത് കുരുമുളക് ഇട്ടതിൻ്റെ ശേഷം മുട്ട ഞാൻ അവിടെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ മുട്ടനും കൂടെ അതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടോ. സംഭവം സെറ്റായിട്ടോ. ഇത്രയേ ഉള്ളൂ പണി, സിമ്പിളാണ്. മക്കൾ സ്കൂളിൽ പോകാത്ത മക്കൾക്കൊക്കെ അത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നൂഡിൽസ്. അതിന് ഇതിലോട്ട് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. അതിൻ്റെ ആ മുട്ടയും ഗ്രേവികളും ഒക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ സംഭവം നല്ല അടിപൊളി സെറ്റായിരുന്നു. കാരണം നമ്മൾ കടയിൽ നിന്ന് വായിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്വത്തു എണീക്കുമ്പോഴേക്കും അവൻ്റെ ലഞ്ച് ബോക്സ് ആദ്യം റെഡിയാക്കും കേട്ടോ. ഞാൻ ആദ്യം അവനക്ക് ലഞ്ചും ടിഫിനൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ അവനെ പോയി വിളിക്കാറുള്ളത്. അങ്ങനെ അവൻ്റെ ഈ ടിഫിൻ ബോക്സിൽ ഒത്തിരി തോനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എത്തുണ്ടാകുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എക്സ്ട്രാ ഇട്ട് കൊടുക്കണേ. അവനൊന്നും അതിൻ്റെ പകുതിയല്ല ഭാഗം കൂടി കഴിക്കത്തില്ല കേട്ടോ. അങ്ങനെ അത് ടിഫിൻ ബോക്സിലാക്കി അങ്ങനെ ലഞ്ചും സ്നാക്സും ഒക്കെ ഞാൻ ടിഫിൻ ബോക്സിലാക്കിയതിൻ്റെ ശേഷം ഞാൻ ദോശക്കുള്ള ചട്നി റെഡിയാക്കാൻ കേട്ടോ. ഞാൻ ചെറിയുള്ളിയും തക്കാളിയും ഉണക്കമുളകും ഇട്ടിട്ട് മല്ലിച്ചപ്പ് ഇട്ടിട്ടാണ് ചട്നി റെഡിയാക്കാറുള്ളത്. അങ്ങനെ അത് റെഡിയാക്കി ദോശ അപ്പുറത്ത് വേഗം ചുട്ടു. പക്ഷേ സ്വത്തുവിന് എണീറ്റ് സ്വത്തു വന്നതിൻ്റെ ശേഷം ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വത്തുവിന് എന്താണെന്നറിയില്ല, സ്കൂളിൽ ചേർത്ത് അവിടെ നിങ്ങട്ട് ഭയങ്കര വാശി കൂടുതലല്ലേ. വാശിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി വാശിയാണ് കേട്ടോ. അപ്പോൾ ഓന് വന്നാൽ അതൊന്നും നടക്കത്തില്ല. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ ഇക്കാക്ക് വേണ്ടി ചുട്ടുവെച്ച് ചട്നി അരച്ച് വെച്ചിട്ടാണ് ഞാൻ ഇക്കാക്ക് ഒരു ഗ്ലാസ് ചായയും കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ സ്വത്തുവിനെ വിളിച്ച് സ്വത്തുവിന് എടുത്തിട്ട് തന്നെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. കരഞ്ഞിട്ടേ ഇരിക്കും, കരഞ്ഞ് പൊളിക്കും കേട്ടോ. എന്താ ചെയ്യുക, സ്കൂളിലേക്ക് പോകണമല്ലോ, പോവാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചെങ്ങാണ്ട് ഞങ്ങൾ സങ്കടമൊക്കെ സഹിച്ചെങ്ങാണ്ട് അങ്ങനെ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. പഠിച്ചോനെ ഈ ഗൾഫിക്കൊക്കെ ഇതേമാതിരി സ്കൂൾക്ക് 1ാം ക്ലാസ്സിൽ ചേർത്തിട്ട് ഫസ്റ്റായിട്ട് പോണ കുട്ടികൾ അതുമാത്രം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. എങ്ങനെ ഒരാഴ്ച 2 ആഴ്ച ഈ സങ്കടം സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇക്കാക്ക് ചുട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. നൂഡിൽസാണ് മോൻക്ക് ഉണ്ടായിരുന്നത്. ഇത് 2 ദിവസം ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. കാരണം ഇത് കൊടുക്കാനേ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് വോയിസ് കൊടുക്കാനേ. അങ്ങനെ ഇക്കാക്ക് ചായ കൊണ്ടേ കൊടുക്കട്ടെ. ഭയങ്കര തണുപ്പല്ലേ, ഇക്ക ഭയങ്കര മടിയാണ്. 10 മണിക്ക് എണീക്കണ ഇക്കാനെ 7 മണിക്ക് ഇരക്ക് വിളിക്കണേട്ടാ. അങ്ങനെ സ്വത്തൂനെ എണിപ്പിച്ച് വിട്ടിട്ടുണ്ട്. പല്ല് തേച്ച് അവന് വീണ്ടും വന്ന് കിടന്നിട്ടുണ്ട്. പോകൂലെന്ന് പറഞ്ഞാൽ മേന്ന് കരഞ്ഞും കണ്ടാണ് കേട്ടാ. അങ്ങനെ അവൻ്റെ കരച്ചിൽ തന്നെ ഇപ്പോൾ ഈ സ്കൂൾ തുറന്നതിൻ്റെ ശേഷം അവൻ്റെ ഒരേ കരച്ചിൽ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ കേട്ടോ. രാവിലെയും വൈകുന്നേരവും രാത്രിയും എനിക്ക് ലൈവ് ഇടാനും കൂടി സാധിക്കാത്തത് അവൻ്റെ കരച്ചിലാണ് കേട്ടോ. പിന്നെ അതുമല്ല ഒക്കത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങണില്ല, സ്കൂൾക്ക് നാളെ പോകില്ലമ്മാന്ന് പറഞ്ഞു കണ്ടിട്ടാ. അപ്പം അതൊക്കെയാണ് എൻ്റെ 2 മക്കൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടില്ല, ഇവനക്കാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഓനെ സ്കൂൾക്കൊക്കെ കൊണ്ടാക്കി കരഞ്ഞങ്ങാണ്ട് വാശി പിടിച്ചങ്ങാണ്ട് ഒത്തിരി ഇടങ്ങാറായിട്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ലൈവും കാര്യങ്ങളും ഒന്നും ഇടാത്ത ഈ ഒരു പ്രയാസം കാരണമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൂളിലോട്ട് പോയി. ഇനി സ്കൂളിൽ നിന്ന് അങ്ങനെ പിക്ക് ചെയ്ത് പോകുന്നവരും വീട്ടിലെത്തുന്നവരും കിടക്കുന്നവരും ഫുള്ള് കരച്ചിലായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ലീവ് ഇടാത്ത. അപ്പോൾ ഇത്രയൊക്കെയുള്ള കേസ് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. ബൈ.